CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കാവാലൻചിറ പൊതുകുളം നാലുഭാഗവും മുകൾ ഭാഗവും വല ഉപയോഗിച്ച് അടച്ചുകെട്ടിയതിനെതിരെ നാട്ടുകാരുടെ പരാതി. ജനങ്ങൾ ഉപയോഗിക്കുന്ന കുളം മത്സ്യവളർത്തലിനായി സ്വകാര്യ വ്യക്തികളാണ് അടച്ചുകെട്ടിയത്. തെലങ്കാനയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ബ്രഹ്മാനന്ദഗിരി സ്വാമിയുടെ വെസ്റ്റ് മങ്ങാടുള്ള വീട് BJP ദേശീയ നിർവാഹക സമിതി അംഗവും മുൻ മിസോറാം ഗവർണറുമായിരുന്ന കുമ്മനം രാജശേഖരൻ സന്ദർശിച്ചു. തെലങ്കാന പോലീസുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുമെന്ന് കുമ്മനം. ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ വലിയ കുഴികൾ രൂപപ്പെട്ടതിൽ പ്രതിഷേധിച്ച് മങ്ങാട് ആര്യമ്പാടം അത്താണി റോഡ് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മണലിയിലെ മണ്ണ് ഖനന അഴിമതി അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവ്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് 14 വാർഡ് മണലി കനാൽ ചെറുകുന്നിൽ സ്വകാര്യ കെട്ടിടത്തിന്റെ നിർമ്മാണാനുമതിയുടെ മറവിൽ നടന്ന മണ്ണ് ഖനന അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്താൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ജാതിയും മതങ്ങളും ഏറെ സങ്കീർണതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സമഭാവനയുടെ മാർക്സിസ്റ്റ് ആശയങ്ങൾ നടപ്പിലാക്കാൻ കേദാമോദരൻ ഉയർത്തിയ ചിന്തകൾ ഏറെ പ്രസക്തമാണെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ. ഗുരുവായൂരിൽ കേദാമോദരൻ സ്മൃതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പെരുമ്പിലാവ് മുതൽ കടവല്ലൂർ വരെയുള്ള പാതയുടെ ഇരുവശങ്ങളിലായി അപകട ഭീഷണിയായി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭകളും നടത്തി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് യുവതി മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ലഹരിക്കെതിരെയുള്ള സ്പെഷ്യൽ ഗ്രാമസഭകൾക്ക് തുടക്കമായി. 12 വാർഡ് എരനെല്ലൂരിൽ ആദ്യ സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്നു. ചേറ്റുവ മുതൽ ചാവക്കാട് ബൈപ്പാസ് വരെയുള്ള ദേശീയപാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെയും NH അധികൃതരുടെ നടപടികൾക്കെതിരെയും LDF ഒരുമനിയൂർ പഞ്ചായത്ത് കമ്മിറ്റി ദേശീയപാത 66 ഉപരോധം സംഘടിപ്പിച്ചു. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ചാവക്കാട് ഗുരുവായൂർ സബ് ഓഫീസിലെ ഗുരുവായൂർ യൂണിറ്റിൽ മരണപ്പെട്ട PN രാജേഷിന്റെ കുടുംബത്തിന് മരണാനന്തര സഹായ ഫണ്ട് കൈമാറി. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പഴവൂർ മേഖലയിലെ രൂക്ഷമായ തെരുവുനായ് ശല്യത്തിനെതിരെ കോൺഗ്രസ് പഴവൂർ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ പരാതി നൽകി. കടങ്ങോട് പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടത്തിയ ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ 3 ദിവസം നീണ്ടുനിൽക്കുന്ന ശിവസഹസ്രനാമ ലക്ഷാർച്ചനയ്ക്ക് തുടക്കമായി. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വടക്കേക്കാട് യൂണിറ്റ് കൺവെൻഷൻ വൈലത്തൂരിൽ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് ഉദ്ഘാടനം ചെയ്തു. തൊഴിയൂർ CMUP സ്കൂളിൽ ഈ വർഷത്തെ PTA ജനറൽ ബോഡി യോഗം സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം 2025 നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.